കൂത്തുപറമ്പ് സമര പോരാളി പുഷ്പന്റെ മൃതദേഹം കണ്ണൂർ മേനപ്രത്തെ CPM ഓഫീസിന് സമീപം സംസ്കരിച്ചു. വിലാപയാത്രയിലും സംസ്കാര ചടങ്ങിലും ആയിരങ്ങളാണ് പുഷ്പന് അന്ത്യാഭിവാദ്യമർപ്പിക്കാൻ എത്തിച്ചേർന്നത്. ഷിത ജഗത് വിവരങ്ങൾ നൽകും. ഷിത, സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായോ? ഒട്ടേറെ പേരാണ് അവസാനമായി ഒരു നോക്ക് കാണാനായി അവിടെ മേനപ്രത്തെ വീട്ടിലേക്ക് എത്തിച്ചേർന്നത്. ദിവ്യ, ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ സംസ്കാര ചടങ്ങ് പൂർത്തിയാകും. ഒരുപാട് ആളുകളാണ്, സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിരവധി ആളുകൾ പുഷ്പന് അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി പല സ്ഥലങ്ങളിലേക്കായും എത്തിയിരുന്നു. കോഴിക്കോട് നിന്ന് രാവിലെ 8 മണിയോടുകൂടിയാണ് മൃതദേഹം ആംബുലൻസിൽ തുറന്ന ആംബുലൻസാണ് എല്ലാ ഭാഗത്തു നിന്നും പാർട്ടി പ്രവർത്തകർക്ക് കാണാനും അന്തിമോപചാരം അർപ്പിക്കാനുമുള്ള അവസരങ്ങൾ നൽകാൻ വേണ്ടി അത്തരത്തിലുള്ള ആംബുലൻസിലാണ് കൊണ്ടുവന്നിരുന്നത്. കോഴിക്കോട് നിന്ന് വരുന്ന വഴിയിലെല്ലാം തന്നെ പല പോയിന്റുകളിലായി പാർട്ടി പ്രവർത്തകർ എത്തുകയും അന്തിമാഭിവാദ്യം അർപ്പിക്കുകയും ചെയ്തു. തുടർന്ന് തലശ്ശേരി ടൗൺ ഹാളിലേക്കാണ് ആദ്യം കൊണ്ടുവന്നത്. തലശ്ശേരി ടൗൺ ഹാൾ 2 മണിക്കൂറോളം പൊതുദർശനത്തിന് വെച്ചു. പിന്നീട് പുഷ്പൻ പഠിച്ചിരുന്ന ചൊക്ലി രാമവിലാസം സ്കൂളിലേക്ക് എത്തിച്ചു. അവിടെയും 2-2.5 മണിക്കൂറോളം തന്നെ പൊതുദർശനം നീണ്ടുനിന്നു. അവിടേക്ക് നിരവധി ആളുകളാണ്. ഉച്ചയ്ക്ക് നല്ല വെയിലുണ്ടായിരുന്നു. ആ വെയിലിനെയും അവഗണിച്ചുകൊണ്ട് നിരവധി പാർട്ടി പ്രവർത്തകരാണ് തങ്ങളുടെ പ്രിയപ്പെട്ട പുഷ്പനെ കാണാൻ, പ്രിയപ്പെട്ട സഖാവിനെ കാണാൻ വേണ്ടി ഓടി എത്തിയിരുന്നത്. അവസാനം അവിടെ നിന്നും മൃതദേഹം എടുക്കുന്ന സമയത്ത് പോലും ആളുകൾ ഒരു നോക്ക് കാണാൻ വേണ്ടി ഓടി വരുന്നുണ്ടായിരുന്നു. പിന്നീട് വീട്ടിലേക്ക് കൊണ്ടുവരികയും അവിടെ നിന്നും ചൊക്ലി സ്കൂളിൽ നിന്ന് നേരെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. വീട്ടിനോട് സമീപത്തുള്ള CPM പാർട്ടി ഓഫീസിനോട് സമീപത്താണ് സംസ്കാര ചടങ്ങുകൾ നടന്നിരിക്കുന്നത്. CPM പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം പുഷ്പൻ എന്ന് പറയുന്നത് തങ്ങളുടെ പോരാട്ട വീര്യത്തിന്റെ ഒരു ജീവിക്കുന്ന ഉദാഹരണമായിരുന്നു, ജീവിക്കുന്ന ഒരു രക്തസാക്ഷിയായിരുന്നു. ആ ഒരു വൈകാരികമായ അടുപ്പം CPM പ്രവർത്തകർക്കും CPM അനുഭാവികൾക്കും എല്ലാം തന്നെ പുഷ്പനോടുണ്ടായിരുന്നു. കഴിഞ്ഞ 30 വർഷക്കാലം പുഷ്പൻ ജീവിച്ചതും അങ്ങനെയാണ്. പാർട്ടി പ്രവർത്തകർക്കിടയിലായിരുന്നു പുഷ്പന്റെ ജീവിതം എന്ന് തന്നെ പറയാം. പൂർണ്ണമായും പാർട്ടിക്ക് വേണ്ടി അന്ന് മുതൽ തളർന്നു കിടന്ന 5 പേർ മരിക്കുകയും പുഷ്പൻ പൂർണ്ണമായും ശയ്യാവലംബിയാവുകയും ചെയ്ത ആ സമയം മുതൽ തന്നെ പാർട്ടി പ്രവർത്തകർക്കൊപ്പമായിരുന്നു പുഷ്പൻ. പാർട്ടി പ്രവർത്തകരാണ് സമര പോരാളി പുഷ്പന്റെ മൃതദേഹം സംസ്കരിച്ചു തുടങ്ങിയിരിക്കുന്നു. സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. വിലാപയാത്രയ്ക്കും പൊതുദർശനത്തിനും ശേഷമാണ് ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾക്ക് തുടക്കമായിരിക്കുന്നത്. ഒട്ടേറെ പേരാണ് കണ്ണൂർ ചുക്ലിയിലെ മേനപ്രത്തെ വീട്ടിലേക്ക് പുഷ്പനെ കാണാനായി എത്തിക്കൊണ്ടിരിക്കുന്നത്. വിവരങ്ങളാണ് ഷിത ജഗത് നൽകിയത്.